രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയായ ചില ദൃശ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന അനുശോചന ചടങ്ങുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദു സിഖ് സന്യാസിമാരും ആത്മീയ നേതാക്കളും ഇറാനിലേക്ക് പോവുകയും ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ വളരെയധികം ഇന്ന് രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഇതോടുകൂടിയിട്ട് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള പുരാതന കാലത്തെ ബന്ധത്തെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില നിലപാടുകളെക്കുറിച്ചും എല്ലാം ചർച്ചകൾ നടക്കുകയാണ്. ആദ്യം നമുക്ക് ഇന്ത്യ ഇറാൻ ബന്ധം ഒന്ന് സൂചിപ്പിച്ചു തന്നെ മുന്നോട്ട് പോകാം. പുരാതന പേർഷ്യൻ ഭാഷയായിട്ടുള്ള അവസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പുരാതന ഭാഷയായിട്ടുള്ള സംസ്കൃതവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു ഭാഷയാണ്. ഒരുപക്ഷെ ഈ രണ്ട് ഭാഷകളും ഒരു പൊതു പൂർവികനിൽ നിന്ന് രൂപം കൊണ്ടതോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെട്ടതോ ആകാം. ഈ രണ്ട് ഭാഷകളുടെയും പല വാക്കുകളും വ്യാകരണ നിയമങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ്. ഒരു കാലത്ത് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയും ഇറാനുമെല്ലാം ഏതാണ്ട് ഒരേ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. പലർക്കും അംഗീകരിക്കാൻ മടിയാണെങ്കിലും പുരാതന ഇറാന്റെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള അവസ്ഥയും ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും പുരാതന ഗ്രന്ഥമെന്ന് അറിയപ്പെടുന്ന ഋഗ്വേദവും തമ്മിൽ അത്ഭുതകരമായ സാമ്യമാണുള്ളത്. ഇന്നത്തെ ഇറാനും ഇന്ത്യയും പുരാതന കാലത്ത് ഏതാണ്ട് ഒരേ സംസ്കാരം പിന്തുടർന്നു എന്ന് വ്യക്തമാവുകയാണ്. കാരണം ഋഗ്വേദത്തിലെ പ്രധാന ആരാധന രീതിയായിട്ടുള്ള യജ്ഞം എന്നത് അവസ്ഥൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലേക്ക് എത്തുമ്പോൾ യസ്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ടിടങ്ങളിലും അഗ്നിക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ സഹോദര സംസ്കാരങ്ങളും ഏതാണ്ട് ഒരേ വഴിയിലൂടെ പോയ സംസ്കാരത്തിന്റെയും ഒക്കെ ഭാഗമാണ് ഇറാനും അതുപോലെ തന്നെ ഇന്ത്യയും. ഇനി അതിനുശേഷം ഈ ഇറാനിലേക്ക് ഇസ്ലാം മതത്തിന്റെ കടന്നുവരവിന് ശേഷവും പുരാതന ഇന്ത്യയുമായിട്ട് സവിശേഷമായ ബന്ധം പേർഷ്യയ്ക്കുണ്ടായിരുന്നു. ഇന്ത്യയിലെ സൂഫി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ പേർഷ്യൻ സംസ്കാരത്തിന് വലിയ പങ്കുണ്ട്. ഇവിടുത്തെ പല പ്രമുഖ സൂഫി വര്യന്മാരും ഇറാനിൽ നിന്ന് വന്നവരോ പേർഷ്യൻ ആത്മീയ ചിന്തകളിൽ സ്വാധീനിക്കപ്പെട്ടവരോ ആയിരുന്നു. ഇത് ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനവുമായും സിഖ് ആത്മീയതയുമായിട്ടും പല തലങ്ങളിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ചരിത്രപരമായിട്ട് ഇസ്ലാമിന് മുമ്പുള്ള ഇറാനുമായിട്ടും ഇസ്ലാം വന്നതിന് ശേഷമുള്ള ഇറാനുമായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത്, ഒരു സൗഹാർദ്ദപരമായ ബന്ധം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള സിഖ് ഹൈന്ദവ സന്യാസിമാരെല്ലാം തന്നെ അവിടേക്ക് പോകുന്നതും ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും. കാരണം അവിടെ മരണപ്പെട്ടത് ഒരു ആത്മീയ ആചാര്യനാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നത നേതാവും ആത്മീയ ആചാര്യനുമാണ് ആയത്തുള്ള അലി ഖമേനി. അപ്പോൾ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാശ്മീരിനോടുള്ള പ്രതികരണങ്ങളിൽ നമുക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടാകാം. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിയാലും പുരാതന ഇറാനും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം അത്രയും ആഴത്തിലുള്ളതായിരുന്നു. മരണപ്പെട്ടതൊരു ആത്മീയ നേതാവുമാണ്. സോ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സംഭവത്തിലെ അമേരിക്കയുടെ പ്രതികരണമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തൊരു ധാർഷ്ട്യം നിറഞ്ഞ മനുഷ്യനാണെന്ന് അറിയാമോ? അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞത് ഇപ്പൊ അവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്, വേണമെങ്കിൽ ഒരൊറ്റ ആക്രമണത്തിൽ ഒരു ഒറ്റ ബോംബിൽ എല്ലാവരെയും തീർക്കാം, പക്ഷെ ഞങ്ങൾ വലിയ വിശാല മനസ്കരാണ്, അതുകൊണ്ടൊന്നും ചെയ്യാതെ വിടുകയാണെന്നൊക്കെ. അതുപോലെ തന്നെ അമേരിക്കയുടെ വലിയ മനസ്സിന്റെ തെളിവാണത്രേ ഈ ഒരു ചടങ്ങ് നടത്താനുള്ള സമ്മതം കൊടുത്തത്. കുറച്ചു ദിവസം യുദ്ധം നിർത്തിക്കൊടുത്ത് അമേരിക്കയുടെ വലിയ മനസ്സുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഈ ചടങ്ങൊക്കെ നടത്താൻ കഴിയുന്നത് എന്ന് വരെ ട്രംപ് പറഞ്ഞു. ശരിക്കും ഇദ്ദേഹത്തിനൊക്കെ ഈ നരകവും ദൈവവും ഒക്കെ ഉണ്ടെങ്കിൽ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ച ആളാണ് ഈ ഡൊണാൾഡ് ട്രംപ്. ഇയാൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഈ വിധത്തിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല. ഒരുപക്ഷെ ഇസ്രായേൽ ഇറാൻ പ്രശ്നത്തെ വളരെ സൗഹൃദപരമായി രമ്യമായി പരിഹരിക്കാൻ മുൻകാലങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് കഴിഞ്ഞതുപോലെ ഡൊണാൾഡ് ട്രംപിനും കഴിയുമായിരുന്നു. പക്ഷെ അയാൾ ഈ യുദ്ധത്തെ അയാൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഉപയോഗിച്ചത്. യാതൊരു മനുഷ്യത്വം ഇല്ലാതെ ഇയാൾക്ക് എങ്ങനെ ഇതൊക്കെ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് ആരാണ് ആയത്തുള്ള അലി ഖമൈനിയെയും ആ കുടുംബത്തെയും ഇല്ലാതാക്കിയത്? അമേരിക്ക കൂടി ഉൾപ്പെടുന്ന സഖ്യമാണ് ഈ പറയുന്ന ഇറാനെ ആക്രമിച്ചത്. അവിടെ അലി ഖമൈനി എന്ന് പറയുന്ന വൃദ്ധനായ മനുഷ്യൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബം ഒന്നടങ്കമാണ് ഇല്ലാതായത്. അതിൽ 14 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞു വരെയുണ്ട്. ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മനുഷ്യനായിക്കോട്ടെ, ഏത് ഭാഷയായിക്കോട്ടെ, അതിൽ 14 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുട്ടി ഈ ലോകത്തോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്തൊരു ക്രൂരമായ പ്രവൃത്തിയാണ് ഇതെല്ലാം. സോ എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ നമ്മുടെ എന്തോ വലിയ വിശാല മനസ്സുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, അതുകൊണ്ടാണ് അവർക്ക് ഈ ചടങ്ങ് നടത്താൻ കഴിഞ്ഞത് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇയാളുടെയൊക്കെ തൊലിക്കെട്ട്, ഇയാളുടെയൊക്കെ മനസ്സ് എത്ര ദുഷിച്ചതാണെന്നത് പറയാതെ വയ്യ. സത്യം നരകവും ദൈവവും ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊരു സീറ്റ് ഉറപ്പിച്ച മനുഷ്യനാണ് ഈ ട്രംപ്, ഒരു തർക്കം അതിനകത്തില്ല. എന്തായാലും ഇന്ത്യ വളരെ മാന്യമായിട്ടാണ് ഇറാനോട് പെരുമാറിയത് എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഡെലിഗേഷൻ അങ്ങോട്ട് അയക്കുകയുണ്ടായി.
അതിനകത്ത് ഒരു മന്ത്രി ഉൾപ്പെടുന്നുണ്ട്, അതിനകത്ത് ഒരു ഗവർണർ ഉൾപ്പെടുന്നുണ്ട്. അതിനു പുറമെ ഇന്ത്യ ഗവൺമെന്റ് വളരെ ഉന്നത സംഘത്തെ തന്നെ ബഹുമാനാർത്ഥം അങ്ങോട്ട് അയച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള പുരോഹിതന്മാർ അല്ലെങ്കിൽ മത ആചാര്യന്മാർ ഇറാനിലേക്ക് പോയി. ആ ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ ഇന്ത്യയും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ക്ഷണം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അദ്ദേഹം ഇത്തരം ചടങ്ങുകളിൽ പൊതുവെ പങ്കെടുക്കാറില്ല. പൊതുവെ അദ്ദേഹം ഒരു രാജ്യത്തിന്റെയും ഇത്തരം ചടങ്ങുകളിൽ പോകാറില്ല. കാരണം അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞാൽ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ മരണപ്പെടുകയും ക്ഷണം കിട്ടുകയും ഒക്കെ ചെയ്യും. അവിടെ എല്ലാം ഓടിയെത്താൻ പ്രധാനമന്ത്രിക്ക് കഴിയില്ല. ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ ചടങ്ങിൽ പോയിട്ട് മറ്റൊരിടത്ത് പോകാതിരുന്നാൽ അത് മറ്റു തരത്തിലുള്ള ചർച്ചകൾക്ക് കാരണമാകും. അതുകൊണ്ട് അങ്ങനെ ഒരു കീഴ്വഴക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു മുൻകാലങ്ങളിലും പൊതുവെ അവരാരും ചെയ്യാറില്ല. ഇപ്പോൾ മോദി അത് ചെയ്യാറില്ല. മറ്റൊന്ന്, അദ്ദേഹത്തിനും വിദേശകാര്യ മന്ത്രിക്ക് അടക്കമുള്ളവർക്ക് മറ്റൊരു യാത്രയുണ്ട്. ഇന്തോനേഷ്യയിലും ഓസ്ട്രേലിയയിലും ഒക്കെ അടക്കമുള്ള ഒരു യാത്ര കൂടിയുണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഇനി മോദി ഇവിടെ ഫ്രീ ആയിട്ടുണ്ടെങ്കിലും അദ്ദേഹം അങ്ങനെ ഒരു തുടക്കം ഉണ്ടാക്കി വെക്കില്ല. കാരണം 10, 190, 200ഓളം രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ എല്ലായിടത്തും അവിടെ ഇതുപോലെ ഉന്നതരായിട്ടുള്ള ആൾക്കാർ മരിക്കുമ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ചെന്ന് അനുശോചനം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹം എന്തായാലും പോവില്ല. പക്ഷേ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇന്ത്യ ഇറാനോട് ബഹുമാനപൂർവ്വം തന്നെ നമ്മുടെ ഒരു ടീമിനെ അങ്ങോട്ട് അയക്കുകയുണ്ടായി. ആ ദുഃഖത്തിൽ പങ്കുചേരുകയുണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും വരെ ചെയ്തിട്ടുമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.